ഗംഭീര കലാകാരന്മാരും കലാകാരികളും ഉണ്ടെന്ന് കൂടി ഞാൻ പറഞ്ഞില്ലായിരുന്നു. പേരെന്താ? പ്രൈസ്. ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ MA. ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ. എവിടാ വീട്? ഓക്കെ, കോട്ടയമാണ്. ഇതിപ്പോ ഗമ്മാർട്ടാണ് അല്ലേ? അതെ, ഗമ്മാർട്ടാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് പറയോ? നമ്മള് ഗമ്മ അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും ഫൈനൽ ആയിട്ട് നമ്മള് ഒരു ഗിൽറ്റ് ഇടും. ഗിൽറ്റ് പൗഡർ ഇടുമ്പോഴേ അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചിലവർക്കൊക്കെ മനസ്സിലായി കാണും എന്താ വരയ്ക്കുന്നത്. എത്ര നാളായി ചെയ്തു തുടങ്ങിയിട്ട്? ഞാൻ 5 ഇയേഴ്സോളമായി ഈ ഒരു ആർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓരോ വർഷം തോറും ഇംപ്രൂവ് ആയി വരുന്നു. ഇതിപ്പോ എങ്ങനെ ഇതിലേക്ക് എത്തി, ഈ ഒരു ആർട്ടിലേക്ക്? എനിക്ക് പണ്ട് തൊട്ടേ ഒരു ഫേസ് വരയ്ക്കണം എന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു. അതിലൊരു വെറൈറ്റി അല്ലേ? അതെ അതെ. അപ്പം ഞാൻ സെൽഫ് തോട്ട് ആയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ആർട്ടിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിച്ചവന് പഠിച്ചതാണ്. അതെ അതെ. ഡ്രോയിങ് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. ഈ ഒരു 5 ഇയേഴ്സിനിടയിലാണ്. എന്റെ പണ്ടത്തെ ഡ്രോയിങ് കണ്ട ആരും പറയില്ല, പ്രാക്ടീസ് ചെയ്ത് എല്ലാരും പറയും ബോൺ ടാലന്റ് ആണ് പറയും. അതല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്ത് വന്നാണ്. അപ്പൊ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെയാണ് അല്ലേ? പ്രാക്ടീസിലൂടെ, ട്രെയിനിങ്ങിലൂടെ ഡെവലപ്പ് ഈ ഒരു മികച്ച കഴിവ് നേടിയെടുത്തു. അപ്പൊ ഈ സാധാരണ നമ്മളെ ഈ പെൻസിലോ അല്ലെങ്കിൽ പേനയോ കൊണ്ട് വരയ്ക്കുന്നത് പോലും വലിയ കഴിവാണ്. അപ്പൊ ഇത് അതിനേക്കാൾ കുറച്ചുകൂടി ഒരു കൂടുതൽ കഷ്ടപ്പാടൊക്കെ വരുന്നുണ്ടോ? ഉണ്ട്. നമ്മള് ഗമ്മ് അപ്ലൈ ചെയ്യുമ്പോൾ ചില പൊസിഷൻ മാറിയാൽ തന്നെ അതിന്റെ ഷേപ്പ് പോകും. അപ്പൊ അതൊക്കെ ഇത് മനസ്സിൽ കണ്ടു വേണം വരയ്ക്കാൻ അല്ലേ? എന്താണ് വരയ്ക്കുന്നത് എന്നുള്ളത് മനസ്സിൽ നമ്മൾ കാണണം. അത് നമ്മൾ അപ്ലൈ ചെയ്യാം. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി എന്താ സംഭവം എന്ന് കണ്ടാലോ? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്ക് ഐഡിയ ഉണ്ട്. എനിക്കും ഒരു ഐഡിയ ഏകദേശം. ഓക്കെ ഓക്കെ. ആ, വരച്ചത് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ആളെ മനസ്സിലായോ? ആരാ? പ്രിൻസിപ്പൾ ആണ് അല്ലേ? അടിപൊളി. അപ്പൊ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? എങ്ങനെയുണ്ട്? പക്കയാണോ? അപ്പൊ ഒരു വലിയ കൈഡി കൊടുക്കാം. ഓക്കെ, അപ്പൊ അടിപൊളി. താങ്ക് യു.